യാത്ര തുടരുകയാണ്. ഞാൻ അച്ഛനെ കണ്ടുപിടി ഞാൻ കൂടി കയറി വന്നോണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ നമ്മൾ ജയിക്കുന്നുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമുണ്ട് അച്ഛനും. ഇങ്ങനെ ഇടുക്കിയിലെ കർഷകരെടുത്ത് അവരുടെ 10 മിനിറ്റ് നേരം വർത്താനം പറഞ്ഞോണ്ടല്ലോ, നിങ്ങൾക്ക് ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഇടുക്കിയിലെ കർഷകരുമായിട്ട് സംസാരിച്ച് അപ്പം തീരും. ആ കർഷകർക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്, അതൊന്നും അവർ കാണിക്കാറില്ല. ഓ എന്നാവേ പ്രശ്നങ്ങളൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ. ഈ കർഷകർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതാ. ഇവിടെ കർഷകർക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ പല പരാതികളിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും ഇവിടുത്തെ കർഷകരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടുണ്ടായാണ് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായത്. പണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഈ നാട്ടിലൊക്കെ ഏതാണ്ട് ഈ കെട്ടിടങ്ങളൊക്കെ പണിത് പഞ്ചായത്തിന്റെ അനുമതി കൊടുത്ത. പക്ഷേ പിന്നെ അനുമതി നിഷേധിക്കപ്പെട്ടത് എപ്പോഴാണ്? ഓരോ പരാതികളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ പോയി ഇതിന്റെ നൂലാമാലകളെല്ലാം പറഞ്ഞു ബോധ്യപ്പെടുത്തി അങ്ങനെ ഒരു ഉപദ്രവം ഉണ്ടാക്കിയെടുത്തതാണ്. അല്ല, അതെന്താന്ന് വ്യക്തമായിട്ട് പറയണം. ആര് പരാതി കൊടുക്കും? പറയാം, ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഇവരുടെ മൂത്ത നേതാവ് ഇവിടെ പള്ളിവാസലിലുണ്ടായ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുത്ത വിജിലൻസിന് കൊടുത്ത പേര് പറഞ്ഞു. അത് വേണ്ട, അല്ല പേര് പറഞ്ഞു, അങ്ങനെ പബ്ലിസിറ്റി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അല്ല പേര് പറഞ്ഞാണെങ്കിലും അങ്ങനെ വിജിലൻസിൽ പരാതി കൊടുത്ത് ആ വിജിലൻസ് പരാതി അന്വേഷിച്ച് അവിടെ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്ന് പറഞ്ഞു. അനധികൃത നിർമ്മാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ 64 പട്ടയത്തില് നമുക്ക് വീടും അതോടൊപ്പം തന്നെ കൃഷിയും ചെയ്യാൻ മാത്രമേ അനുവാദം. അല്ല, ഇതിനകത്ത് കൃത്യമായ ക്ലാരിറ്റി വരുത്തണം. ഏത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് പരാതി കൊടുത്തത്? ഏത് കോൺഗ്രസിന്റെ നേതാവാണ് പരാതി കൊടുത്തത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്തു, ഇതെല്ലാം സമ്മതിക്കുന്നു. ഹൈക്കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിയമം ഉണ്ടാക്കുന്ന നിയമസഭയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ നിയമം ഉണ്ടാക്കൂ. അതിന് വേണ്ടി തെളിയിക്കുവാണെങ്കിൽ ഞാൻ ശുചാതരത്തിനെ വെല്ലുവിളിക്കുന്നു. ഇവർ ഈ പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് രേഖാമൂലം തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. അല്ലെങ്കിൽ നേരെ മരിച്ച് ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. എന്റെ പൊന്നു ഫ്രാൻസിസ്, അങ്ങനെ പോരുത്. ഫ്രാൻസിസ് അവിടെ ആവശ്യമുള്ള കാരണം ഫ്രാൻസിസിനെ കൊണ്ട് എന്ത് സാധിക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിമാരി എറിഞ്ഞതുകൊണ്ട് ഇവിടെ വികസനം എത്തത്തില്ല. വികസനം എത്തുന്നതിൽ പരാജയപ്പെട്ട ആളാണ് ഇവിടെ ഉള്ളത്. ഇടന്നും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ചൂട് പിടിച്ച് വരികയാണ്. 2 കാര്യം കൊണ്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഒന്ന്, അകത്തുനിന്ന് വരുന്ന പൊറോട്ടയുടെയും ബീഫിന്റെയും പിന്നെ നല്ല കേരക്കറിയുടെയും മണം. 2, പുറത്തിറങ്ങിയ ചൂടുള്ള ആത്മാർത്ഥമായിട്ട് രാഷ്ട്രീയം പറയുന്ന മനുഷ്യര് എല്ലാം ഇടുക്കി പ്രശ്നങ്ങളൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്യാം. അവരവിടെ അടി തുടങ്ങി, നമുക്ക് സ്കൂട്ടാവാം. അങ്ങനല്ല കേട്ടോ, അവർ വളരെ സൗഹൃദത്തിലുള്ള ആൾക്കാരാണ്. അപ്പൊ ഉഷാറാവട്ടെ ഷിജോ, അപ്പൊ ഗംഭീരമാവട്ടെ ഫ്രാൻസിസ്, അപ്പൊ ഉഷാറാവട്ടെ. ഒരു കാരണവശാലും നിങ്ങൾ പൊതുപ്രവർത്തനം ഇടുക്കിയുടെ നായകനായിട്ട് വരാനുള്ളത് അത്രമാത്രം വിശ്വാസക്കാരൻ ഫ്രാൻസിസിന് ഒരു എതിരാളിയായി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കോൺഗ്രസിനകത്തൊരു പണി കൊടുത്തെന്നുള്ളതാണ്. ഇതിനകത്ത് വസ്തുത, ഇവര് LDF-ന്റെ യോഗങ്ങളിലും CPM-ന്റെ യോഗങ്ങളിലും കവല പ്രശ്നങ്ങളും പ്രശ്നമാക്കുന്ന ഒരു സാധനമായത്. ഞാൻ ഇപ്പോൾ തന്നെ ഈ മൊബൈലില് ഞാൻ ഈ പറയുന്ന വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തില് ഇവിടെ പട്ടയം റദ്ദ് ചെയ്യപ്പെട്ടതിന്റെ ഉത്തരവ് ഞാൻ ഇപ്പൊ ഈ മൊബൈലിൽ കാണിച്ചു. പട്ടയം എന്തുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടത്? ഹൈക്കോടതി ഓർഡർ പരാതി കൊടുത്തിട്ടുണ്ടോ? 100%. അല്ല, ഹൈക്കോടതി അല്ലല്ല, എന്തുകൊണ്ടാണ് ഇടുക്കിയിൽ പട്ടയം റദ്ദ് ചെയ്യപ്പെട്ടത്? 2019 ശരിക്കും അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഉണ്ടാവാൻ സാധ്യത എനിക്കറിയില്ല. ഫ്രാൻസിസ് എതിരാളിക്കിട്ട് ഫ്രാൻസിസ് കൊടുത്ത പണിയല്ല. അങ്ങനെയല്ല. ഇത് 2019 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ഇവിടെ നിർമ്മാണ നിരോധനം ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തത്? തീരുമാനമാവട്ടെ, ഒന്ന് പോണം. താങ്ക് യു. ഉത്തരവ് കണ്ടിട്ടുണ്ട്. ഉത്തരവ് സഹിതം എല്ലാ ഡോക്യുമെന്റ്സ് നമ്മുടെ ഉണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ ദയവേത് ഞാനിത് കാണിച്ചു തരാം. പക്ഷെ ഫ്രാൻസിസ് പൊതുപ്രവർത്തനം നിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ അപ്പോൾ ഉഷാറാവട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ്. പക്ഷേ നല്ല മനുഷ്യരാണ് കേട്ടോ.